ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, വേങ്ങരയിലെ സ്റ്റേഡിയത്തിൻ്റെ പണി ഏറ്റവും മനോഹരമായി പൂർത്തീകരിച്ച് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല സ്റ്റേഡിയമാക്കി ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ആദ്യത്തെ ഒരു പദ്ധതിയായിട്ട് അതെന്തായാലും ഉണ്ടാവും. കാരണം അത് പലതരത്തിൽ അത് അനിവാര്യമാണ്. കാരണം വേറെയുള്ള ആളുകൾ ഈ ഒരു അഭാവം മുതലെടുക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്നതോടുകൂടിയാണ് ഞാനത് പറയുന്നത്. രണ്ടാമത് അനുബന്ധമായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ ഈ സിറ്റിംഗ് ഏരിയകൾ നമ്മളെ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ഈ പൊതുവായിട്ട് കൂടിയിരിക്കാനും പ്രായമുള്ള ആളുകൾക്ക് വന്നിരിക്കാനൊക്കെ പറ്റാവുന്ന ഏരിയകൾ ഈ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ടൂറിസം പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുഴയും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ആലോചിക്കുന്ന ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ സർക്കാർ വന്നാൽ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളെയും ഒരു വർഷം കൂടുമ്പോൾ പുനഃപരിശോധിച്ച് കൊള്ളാവുന്നതാണെങ്കിൽ തുടരുകയും അല്ലാത്തതാണെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത് മാറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുനഃക്രമീകരണം സർക്കാരിലുണ്ടാവും.